അമേരിക്കയുമായി ഒറ്റയ്ക്ക് പോരടിക്കുന്ന ഇറാൻ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ ആകാശപാത ഉപയോഗിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ, അല്ലെങ്കിൽ അമേരിക്കയ്ക്കൊരു വലിയ മുന്നറിയിപ്പ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ശക്തമായ ആക്രമണ പരമ്പര അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഈ ആക്രമണത്തിൽ എത്ര വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഒന്ന് ഉറപ്പിച്ചു പറയാം: അമേരിക്കയ്ക്ക് നേരെ അതുപോലെ തന്നെ ഇസ്രായേലിന് നേരെ ഇറാൻ ഒരിക്കലും ആക്രമണം നിർത്താൻ പോകുന്നില്ല. അതായത് നിലവിലെ സാഹചര്യം തുടരുകയാണെങ്കിൽ ഈ പറയുന്ന ഇറാനെ ഭയപ്പെടുത്തി വരുതിയിലാക്കാം, അല്ലെങ്കിൽ ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം എന്ന നിലയിലാണ് അമേരിക്കയും ഈ പറയുന്നത് പോലെ ഇസ്രായേലുമൊക്കെ നീക്കങ്ങൾ തുടരുന്നതെങ്കിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും നിൽക്കില്ല എന്ന് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്ന ഈ ആക്രമണം എന്ന് പറയുന്നത് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ പരിപൂർണമായി നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതാണോ എന്ന് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ ലക്ഷ്യം, ഇറാൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് വ്യക്തമായി തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു കാരണവശാലും ഞങ്ങൾ പിന്നോട്ട് പോകുന്നില്ല, ഒരു കാരണവശാലും നിങ്ങളോട് സന്ധി ചെയ്യാനുമില്ല, ഏതെങ്കിലും തരത്തിൽ ഒരു ഒത്തുതീർപ്പിനുമില്ല, ഞങ്ങൾ ആക്രമിച്ച് തന്നെ നിങ്ങളെ കീഴ്പ്പെടുത്തുമെന്നാണ് പറയുന്നത്. അപ്പം ഇത് വലിയ തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക്. കാരണം അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചത് ഇപ്പോൾ കാലിലോട്ട് വീഴും ഇറാൻ എന്നായിരുന്നു. അവിടെ വലിയ തിരിച്ചടി കിട്ടി. ഇപ്പോൾ നോക്കുക, എവിടങ്ങളിലൊക്കെയാണ് പ്രധാനമായും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ പ്രധാനമായും ഖത്തർ, ഇറാഖ്, അതുപോലെ ബഹ്റൈൻ തുടങ്ങിയ ഇടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകും. അതിൽ തന്നെ ബഹ്റൈന് നേരെ ആക്രമണം ശക്തമാകുമെന്നാണ് ആദ്യം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ബഹ്റൈന് മുമ്പ് ഖത്തറിലെയും ഇറാഖിലെയും സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ഖത്തറിന് നേരെ ഏതാണ്ട് 6 മിസൈലുകൾ തൊടുത്തുവിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ അടിയന്തരമായി യോഗം ചേർന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മിസൈലുകൾ ഖത്തറിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിൽ പതിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയെ സംബന്ധിച്ച് ഇത്രയും വലിയ ഒരു തിരിച്ചടി ഇറാൻ നടത്തും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഒരു 50-50 ചാൻസിലായിരുന്നു. കാരണം അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഇന്ന് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട വ്യോമതാവളങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ ആക്രമണം നടന്നു. അങ്ങനെ പല വിധത്തിലുള്ള ആക്രമണങ്ങൾ കൊണ്ട് ഇറാനെ പൊറുതി മുട്ടിക്കുകയാണ് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്കയും ഇസ്രായേലും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കേണ്ടത്? ഇറാൻ കുറച്ച് പിന്നോട്ട് പോകണം. കാരണം ഇനി അമേരിക്കയും ഇസ്രായേലിനെയും ഒക്കെ ആക്രമിച്ചു കഴിച്ചാൽ തിരിച്ചടി കിട്ടുമോ എന്ന ഭീതിയുള്ളത് കൊണ്ട് ഇറാൻ പിന്നോട്ട് പോകും ഒരു പരിധി വരെ. ഒരു 50-50 ചാൻസിലാണ് അമേരിക്ക ഇരുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അവർക്ക് ഇനി മുന്നും പിന്നും നോക്കാനില്ല. ഞാൻ പറയുന്നത് എഴുതി വെച്ചോളൂ. ഞാനിപ്പോൾ പല വീഡിയോകളും ചെയ്യുമ്പോൾ പല ആളുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്താ പറയുന്നതെന്ന് അറിയോ? ഇറാൻ തീർന്നു, ഇറാനെ കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല, ഇറാൻ ഭയന്നു, ഇറാൻ വിറച്ചു എന്നൊക്കെയാണ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത് ഇറാൻ ഒരിക്കലും പിന്മാറില്ല. ഇറാനെ സംബന്ധിച്ച് തിരിച്ചടിച്ചെങ്കിൽ മാത്രമേ ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് ഇറാന് നല്ല ബോധ്യമുണ്ട്. ഒരിക്കലും അമേരിക്കയ്ക്ക് വഴിപ്പെടുക, പേടിക്കുക, ഭയക്കുക, പിന്മാറുക, ഇതൊക്കെയാണ് ഇറാനും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളും തീരുമാനിച്ചിരുന്നതെങ്കിൽ ഈ യുദ്ധം ഇത്രയും കാലം നീളില്ലായിരുന്നു. ആയത്തുള്ള അലി ഖാംനെയി എന്ന പരമോന്നത നേതാവ്, ആത്മീയാചാര്യൻ, ഇറാൻ്റെ ആത്മീയാചാര്യൻ ഒരു ഭീരുവാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ ചെല്ലിലും ചെലവിലും കഴിഞ്ഞ് സുഖമായി അവിടെ ഭരിച്ചു തീർക്കാമായിരുന്നു. അദ്ദേഹം അങ്ങനെയല്ല നിലപാട് സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഇറാൻ്റെ IRGCയുടെ തലവന്മാർ അവരൊന്നും അമേരിക്കയ്ക്ക് വഴിപ്പെടുകയോ ഇസ്രായേലിന് വഴിപ്പെടുകയോ ചെയ്തിട്ടില്ല. ശക്തമായി തന്നെ ആക്രമിക്കുക എന്ന നിലപാടാണ്, അല്ലെങ്കിൽ അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പം നസീർ OB പറയുന്നത് ഖത്തറിൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, എല്ലാവരും സുരക്ഷിതരാണെന്ന്. തീർച്ചയായിട്ടും ഖത്തറിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിലും ഖത്തറിനെ ആക്രമിക്കുക എന്നുള്ളത് ഇറാൻ്റെ ലക്ഷ്യമല്ലെന്നേ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഗൾഫ് രാജ്യങ്ങൾ, OIC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ, 52 രാജ്യങ്ങൾ പ്ലസ് ഉണ്ട്. ഈ രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്നെടുത്ത തീരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ നടത്തിയൊരു പ്രസ്താവന എന്ന് പറയുന്നത്, ഇറാൻ്റെ പരമാധികാരത്തിന് നേരെ നടത്തിയ കടന്നാക്രമണമാണ് ഇസ്രായേലും അമേരിക്കയും ചെയ്തതെന്നാണ്. ഒരിക്കലും ഇറാനെ അവരും തള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പം ഇറാന് വേണ്ടി
ശക്തമായി യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് പരിമിതിയുണ്ട്. അത് വ്യാവസായികമായ പല ബന്ധങ്ങളുണ്ട്, പിന്നെ അമേരിക്കയോടുള്ള വിധേയത്വമുണ്ട്. ഇറാനും അമേരിക്കയും ഒക്കെ ഒരു ഏകദേശം ഒരുപോലെ ഇവരെ മയപ്പെടുത്തിയും കൊണ്ടുപോവുകയാണ് അറബ് രാജ്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമേരിക്ക കയറി ആക്രമിക്കുക എന്ന നിലപാടിലേക്കൊന്നും അറബ് രാജ്യങ്ങൾക്ക് പോകാൻ കഴിയില്ല, പോയ ചരിത്രവുമില്ല. അങ്ങനെ പോകാനായിരുന്നെങ്കിൽ ഗസയിലേക്ക് ആക്രമണം തുടങ്ങിയ സമയത്തെ പോകാമായിരുന്നു. അപ്പോൾ ഇവരുദ്ദേശിക്കുന്ന ഇപ്പം ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ്. ഇത് മാത്രമല്ല, ഇറാൻ എന്താണ് പറഞ്ഞത്, ഖത്തറുമായിട്ട് നല്ല സൗഹൃദമുള്ള രാജ്യമാണ് ഇറാൻ. ഇപ്പം ഇറാൻ പറഞ്ഞ് ഞങ്ങളുടെ സഹോദര രാഷ്ട്രമാണ് ഖത്തർ, ഒരിക്കലും ഖത്തറിലേക്ക് ഞങ്ങൾ ഒരു ആക്രമണം നടത്തില്ല. ഖത്തറിനെയല്ല ലക്ഷ്യം വെച്ചത്, ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയാണ്. അപ്പം നിങ്ങൾ പലരും ചോദിക്കുമായിരിക്കും, ഈ മിസൈലുകൾ എങ്ങാൻ തെറ്റി ഖത്തറിലേക്ക് വീണാലോ എന്ന്. അങ്ങനെ ഒരിക്കലും തെറ്റില്ല. കാരണം ഇറാൻ ഉപയോഗിച്ചിട്ടുള്ള മിസൈലുകൾ എന്ന് പറയുന്നത് അത് പ്രിസിഷൻ അറ്റാക്കിന് ഉപയോഗിക്കുന്ന മിസൈലുകളാണ്. അതായത് ഇപ്പോഴത്തെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ അനുസരിച്ച് ഒരു സ്ഥലം മാർക്ക് ചെയ്ത് കൊടുത്താൽ കൃത്യമായി ആ സ്ഥലത്ത് തന്നെ അവിടെ മാത്രം പോയി വീഴുന്ന തരം മിസൈലുകളാണ്, ആധുനിക മിസൈലുകളാണ് ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കുക, ഇറാഖിലെ US സൈനിക താവളങ്ങളിൽ ആക്രമണം നടന്നിട്ടുണ്ട്. അതുപോലെ സിറിയയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. ഖത്തറിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടക്കുന്നത്. അല്ലാതെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ പറയുന്നത് പോലെ ഈ ഒരു ജനവാസ മേഖലയിലോ ഗൾഫ് രാജ്യങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഈ മിസൈലുകൾ വീണതായിട്ട് ഒരിടത്തും പറയുന്നില്ല. വീണതൊക്കെയും സൈനിക താവളങ്ങളിൽ കൃത്യമായാണ്, പ്രിസിഷൻ അറ്റാക്കാണ് നടന്നിരിക്കുന്നത് എന്നാണ് എല്ലാ വാർത്തകളിലും കാണിക്കുന്നത്. ഇപ്പോൾ വ്യോമപാത അടച്ചിരിക്കുകയാണ് ബഹ്റൈൻ. ഇപ്പോൾ തിരിച്ചടിക്കുമെന്ന് ഖത്തർ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ട്. കുറച്ച് കമൻസ് ഉണ്ട്, അതുകൂടി വായിച്ചിട്ട് പോകാം. അമേരിക്കയ്ക്ക് എന്തിൻ്റെ കേടായിരുന്നു? സംഘി പണിക്കർ ഖത്തറിലേക്ക്. സംഘപരിവാറിൻ്റെ നിലപാടും ഈ വിഷയവുമായിട്ടുള്ള വിഷയം നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ അറ്റാക്ക് റഷ്യ ചൈന അറിഞ്ഞുകൊണ്ടായിരിക്കില്ലേ? അവരുടെ ബാക്ക് സപ്പോർട്ട് ഉണ്ടാകില്ലേ എന്ന് അസർ ചോദിക്കുന്നുണ്ട്. ഇതിനുള്ള മറുപടികളൊക്കെ പറയാം. അപ്പോൾ ആദ്യം പറയാനുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ ഖത്തർ തിരിച്ചടിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പ്രേക്ഷകർ പറയാം, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഖത്തർ ഇറാനെ ആക്രമിക്കുമെന്ന്? സൗദി അപലപിച്ചു, ഇറാൻ നടത്തിയ ആക്രമണം ശരിയല്ല, അങ്ങനെ ആക്രമണം നടത്തരുതായിരുന്നു എന്ന് സൗദി പറഞ്ഞു. ഖത്തറും പറഞ്ഞു, ഞങ്ങളുടെ വ്യോമപാത അല്ലെങ്കിൽ ഞങ്ങളുടെ ആകാശ അതിർത്തിക്കുള്ളിലേക്ക് ഞങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇറാൻ ആക്രമണം നടത്തി, അത് വലിയ തെറ്റാണ്, ഞങ്ങൾ തിരിച്ചടിക്കും, ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് എന്നൊക്കെ ഖത്തർ പറയുമ്പോൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഖത്തർ അങ്ങനെ ഇറാനെ അങ്ങനെ അടിക്കുമെന്ന്? ഈ ആക്രമണം നടക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾ മുമ്പ് ഖത്തർ ഒറ്റയടിക്ക് വ്യോമപാതകൾ അടച്ചിരുന്നു. അതെങ്ങനെയാണ് ഖത്തറിന് മനസ്സിലായത് ഇറാനിൽ നിന്ന് അടി വരുന്നുണ്ടെന്ന്? കാരണം ബഹ്റൈനിലേക്ക് ആദ്യം അടിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഇറാൻ ആദ്യം അടിക്കാൻ പോകുന്നത് ബഹ്റൈനിലാണെന്നാണ്. പക്ഷേ ഖത്തർ കൃത്യമായി അപകടത്തിന്, ഈ ഒരു ആക്രമണത്തിന് ഒരു 1-2 മണിക്കൂർ മുമ്പ് കറക്റ്റായിട്ട് വ്യോമപാത അടച്ചു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇറാൻ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങൾക്ക് അറിയാം, സൗദിക്ക് അറിയാം, ഈ പറയുന്ന ഇറാൻ അറിയാം, ഇറാഖിനറിയാം, എല്ലാവർക്കും ബഹ്റൈൻ അറിയാം, കുവൈറ്റിനറിയാം, UAE അറിയാം, എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ മണ്ണിലേക്ക് ഇറാൻ ഒന്നും ചെയ്യില്ല. അപ്പോൾ പണ്ട് സൗദിയെ ഹൂത്തികൾ ആക്രമിച്ച ചരിത്രമുണ്ട്. അറബ് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, കുവൈറ്റ് വാർ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പിന്നിൽ കളിച്ചത് അമേരിക്കയാണ്. ഇപ്പം അമേരിക്കയുടെ ലക്ഷ്യവും ഇതൊക്കെ തന്നെയാണ്, അറബ് രാജ്യങ്ങളെ തമ്മിലടുപ്പിക്കുക. ഏഷ്യയിൽ, പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു പ്രോക്സിയാണ്. അതിൽ കൂടുതലൊന്നുമില്ല. ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾ നടപ്പാക്കാനുള്ള പശ്ചിമേഷ്യയിലെ ഒരു പ്രോക്സി ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ സവിശേഷതകളും അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും അമേരിക്ക കൊടുക്കുന്നു. ഇസ്രായേലിന് അമേരിക്ക ഇല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഈ യുദ്ധത്തിലും ഇറാനെ ആക്രമിക്കാൻ പോയിട്ട് ഒടുവിൽ ഇറാൻ ഇപ്പോൾ തീർക്കും, ആണവ നിലയങ്ങൾ അവസാനിപ്പിക്കുന്നവരെ ഞങ്ങൾക്ക് വിശ്രമമില്ല, ഞങ്ങളെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അമേരിക്കയെ കൊണ്ടുവരേണ്ടി വന്നില്ലേ? ബങ്കർ ബസ്റ്റർ ബോംബുകളില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അമേരിക്കയെ കൊണ്ടുവന്ന് ഇത് യുദ്ധത്തിലേക്ക് ഇറക്കേണ്ടി വന്നില്ലേ? ഇറാൻ ആരെങ്കിലും അങ്ങനെ ഇറക്കിയിട്ടുണ്ടോ? ഇറാൻ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്യുന്നത്, ഇറാൻ ഒറ്റയ്ക്കാണ് ആക്രമണം നടത്തുന്നത്. അവിടെയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അമേരിക്ക കളത്തിലിറങ്ങിയോടെ എന്താ സംഭവിച്ചത്? ഇസ്രായേലിനെ കൊണ്ട് ഒന്നും കൊള്ളില്ല, അല്ലെങ്കിൽ ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ലോകം പറയുന്നു. അവസ്ഥയിലേക്ക് എത്തി. അതിനുശേഷം ഇസ്രായേൽ ഇന്ന് ഇറാനിലേക്ക് ആക്രമിച്ചപ്പോഴും ഇറാൻ പറഞ്ഞത് എന്താ? ഞങ്ങൾ തിരിച്ചടിക്കും, കളി തുടങ്ങിയിട്ടേ ഉള്ളൂ.
ഇന്ന് ഇറാൻ്റെ പ്രസിഡന്റ്, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി, അതുപോലെ തന്നെ ഇറാൻ്റെ പ്രധാനപ്പെട്ട ആയത്തുള്ള അലി ഖാംനെയുടെ ഉപദേഷ്ടാവെന്ന് പറയുന്ന ഒരു വ്യക്തി, ഇവരൊക്കെ പല ഇടങ്ങളിൽ നടത്തിയ പ്രതികരണങ്ങളിലൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഇനിയും ആണവ പരീക്ഷണം തുടരും, ഞങ്ങൾ ഇനിയും ആണവ പരിപാടികൾ തുടരും, ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾ ഏതറ്റം വരെയും പോകും. ഇതാണ് അവർ പറഞ്ഞത്. അമേരിക്ക ഇപ്പോൾ പല്ല് പോയ സിംഹമായി എന്ന് പറയുന്നു. ഖത്തർ ആക്രമിക്കില്ല, അവർക്കുള്ളിലും അമേരിക്കയ്ക്കൊന്ന് കിട്ടണമെന്നുണ്ട്. കറക്റ്റ്. അമേരിക്ക ഇപ്പോൾ പല്ല് പോയ സിംഹമായി മാറി എന്ന് പറയുന്നൊരു കമൻറ്റ്. എല്ലാം കൈവിട്ട് പോയി, ഇനി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. അമേരിക്കൻ താവളങ്ങളെല്ലാം എടുത്തു മാറ്റണം. ചുമ്മാതിരുന്നിടത്ത് ഇസ്രായേലും അമേരിക്കയും പ്രശ്നമുണ്ടാക്കിയെന്ന് പറയുന്നു. സിറാജുദ്ദീൻ പറയുന്നു ഇറാനെ അടിച്ചാൽ ഇറാൻ തിരിച്ചടിക്കും. അമേരിക്കയുടെ സൈനിക താവളമല്ലേ ഇറാൻ അടിച്ചത്, ഖത്തർ ജനതയല്ലല്ലോ ഇറാൻ അടിച്ചത്, ഇറാൻ എന്താ പിന്നെ നോക്കി നിൽക്കണോ? യെസ്, ഇതാണ് സിറാജുദ്ദീൻ പറയുന്നത്. സിറാജുദ്ദീൻ പറയുന്ന ആ കാര്യമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അറബ് രാജ്യങ്ങൾക്ക് പക തോന്നേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ അറബ് രാജ്യങ്ങൾ, ഗൾഫ്, സൗദി അപലപിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഖത്തർ അപലപിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം അവരൊന്നും ചെയ്യില്ല. അപ്പോൾ അവരുടെ ഉള്ളിലും ഈ അമേരിക്കയും ഇസ്രായേലും ഒക്കെ നടത്തുന്നത് ഭൂലോക വൃത്തികേടാണെന്നുള്ള മനസ്ഥിതി ഉണ്ടെന്നേ. കഴിഞ്ഞ OIC യോഗത്തിലും അറബ് ലീഗിലുമൊക്കെ ഇവരിത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് അമേരിക്കയുമായി യുദ്ധത്തിനിറങ്ങുക എന്നത് ഈ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളെ, GCC കൺട്രീസിനെയൊക്കെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. അങ്ങനെ യുദ്ധത്തിനിറങ്ങേണ്ട സാഹചര്യമില്ല. ഈ പ്രശ്നം പരിഹരിക്കുക എന്നതിനാണ് ഖത്തർ മുൻതൂക്കം കൊടുക്കുന്നത്. ഖത്തർ എപ്പോഴും മീഡിയേഷൻ നിൽക്കുന്നൊരു രാജ്യമാണ്. ഇപ്പോൾ ഇപ്പോഴും ഖത്തർ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത്, നമുക്കെല്ലാവർക്കും ഒറ്റയടിക്ക് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കണം, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഖത്തറിൽ ഇറാൻ്റെ ആക്രമണം എന്നാണ് റിപ്പോർട്ടർ TV കൊടുക്കുന്നത്. എന്തിനാണ് ഈ ഖത്തറിൽ ഇറാൻ്റെ ആക്രമണം എന്ന് പറയുന്നത്? US സൈനിക താവളം, ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി എന്നുള്ളതാണ് അതിൻ്റെ ശരി. അല്ലാതെ ഖത്തറിലേക്ക് ഇറാൻ ആക്രമണം നടത്തി ഖത്തറും ഇറാനും തമ്മിൽ തെറ്റുന്നു, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ ഇറാന് നേരെ തിരിയുന്നു. നാളെ കണ്ടു, നാളെ ഈ പല സംഘ അനുകൂല യൂട്യൂബർമാരും ഇരുന്ന് തള്ളാൻ പോകുന്നൊരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. അറബ് രാജ്യങ്ങൾ ഇറാനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, ഇറാനെ തിന്നാൻ ഖത്തർ, ഇറാനെ തീർക്കാൻ സൗദി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവരടിക്കുക. കാരണം ഇവരെ സംബന്ധിച്ച് കുറേ വർഗീയവാദികളായ ഓഡിയൻസ് ഉണ്ട്. ഇവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ആളുകളുടെ ഒരു സ്ഥിരം പരിപാടി. ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം യുദ്ധം നടന്ന സമയത്ത് ഇറാൻ തീർന്നു എന്ന് പറയുന്ന ഒരു പ്രതികരണം, അപ്പം ഞാൻ ക്യാമറയുടെ ആംഗിൾ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇറാൻ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഇപ്പം മറുനാടനിലൊക്കെ വന്നതാണ്. ഇറാൻ തീർന്നു, അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടു, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ബാക്കിയില്ല. ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം അങ്ങനെ ആണവ നിലയങ്ങൾ തകർന്നിട്ടുണ്ടെങ്കിൽ അവിടെ റേഡിയേഷൻ സംഭവിക്കും. ആ റേഡിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അത് തുറന്നു പറയും. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചേ അവർ പറഞ്ഞിട്ടില്ല. പോട്ടെ, ഒരു ആണവ വികിരണം ഉണ്ടാകുന്ന ഒരു രാജ്യത്ത് നിന്ന് പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുക, റേഡിയേഷൻ വരുന്ന ഒരു രാജ്യത്ത് നിന്ന് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒന്നും ഇറാനിൽ നിന്ന് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇസ്രായേൽ വീണ്ടും പോയിട്ട് ഈ ഫോർഡോ ആണവ നിലയത്തിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്തുന്നത്. ആക്രമണം വിജയമായിരുന്നുവെങ്കിൽ, അമേരിക്ക നടത്തിയ ആക്രമണം വിജയമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ആക്രമണം പിന്നീട് വീണ്ടും ഇസ്രായേൽ നടത്തേണ്ട കാര്യം? അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച്, ഇറാനെ സംബന്ധിച്ച്, അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് വിജയിക്കാൻ കഴിയാത്തതിൻ്റെ വലിയ പകയുണ്ട്, വിദ്വേഷമുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ കൂടി പറയാം. അതായത് ഒന്ന്, റഷ്യയുടെ നല്ല പിന്തുണ ഇറാനുണ്ട്. റഷ്യയുടെ ആശീർവാദത്തോടു കൂടി, റഷ്യയുടെ അറിവോടുകൂടി ഈ യുദ്ധം കൈവിട്ടു പോയാൽ എന്ത് സഹായത്തിനും റഷ്യയുണ്ട്. ഇനി ആണവായുധമെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും ഉണ്ട്. അമേരിക്കയും ഇസ്രായേലിനെയും ഭയപ്പെടുത്തി നിർത്താൻ ആണവായുധം കാണിച്ച് നിലയ്ക്ക് നിർത്തണമെങ്കിൽ ആ അറ്റം വരെയും പോകാനുള്ള പിന്തുണയുണ്ട് എന്ന ഉറപ്പിൻ്റെ പുറത്ത് തന്നെയാണ് ഇറാൻ ഇറങ്ങി കളിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് അമേരിക്കയും ഇസ്രായേലും ഇനി കയറി കളിച്ചാൽ ഇറാൻ ലോകത്തിന് മുമ്പിൽ ആണവായുധം പ്രദർശിപ്പിക്കും. ആ ആണവായുധം കയ്യിലില്ലെങ്കിൽ റഷ്യ കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാനത് ഒരു പ്രഡിക്ഷനായിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ അമേരിക്ക ഇറാന് നേരെ ആക്രമണത്തിന് മുതിരുമോ? അപ്പം അമേരിക്ക ആണവായുധം പ്രയോഗിക്കുമോ? ഇസ്രായേൽ ആണവായുധം, ഇസ്രായേലിനില്ല, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പ്രയോഗിക്കൂ. അപ്പോൾ ഒരു ഭയപ്പെടുത്താനുള്ള ഒരു ഉപാധിയായി ഈ ആണവ ഊർജ്ജത്തെ, ആണവായുധത്തെ ഇറാൻ ചിലപ്പോൾ ഉപയോഗിക്കും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, അറബ് രാജ്യങ്ങളൊന്നും ഇറാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ നാളെ സംഭവിക്കാൻ പോകുന്നത്, അമേരിക്ക ഇറാന് നേരെ ചിലപ്പോൾ ആക്രമണം നടത്തും. പക്ഷേ അമേരിക്കയേക്കാൾ കൂടുതൽ ഇസ്രായേൽ ആക്രമണം നടത്താനാണ് സാധ്യത. ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ചില യോഗങ്ങൾ ചേരുന്നുണ്ട്. അവിടുത്തെ സെക്യൂരിറ്റി കൗൺസിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. വളരെ നിർണായകമായ പല തീരുമാനങ്ങളും അവിടെ കൈക്കൊള്ളുന്നുണ്ട് എന്നാണ് സൂചന. ഇപ്പോൾ ചില കമൻസ് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ചില കമൻസിൽ പറയുന്നത്,
ഇതോടെ ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് ബിസിനസ് പൊളിഞ്ഞു എന്ന് NMR ഫാമിലി പറയുന്നത് തീർച്ചയായിട്ടും അതിനുള്ള ഒരു സാധ്യത മുന്നിൽ കാണേണ്ടതുണ്ട്. കാരണം അമേരിക്കൻ പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു വാർത്ത, അദ്ദേഹത്തിന് മിഡിൽ ഈസ്റ്റിൽ വലിയ താല്പര്യങ്ങളുണ്ട്, റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളുണ്ട്, അറബ് രാജ്യങ്ങളുമായി ചേർന്ന് മുന്നോട്ട് പോകാനാണ് അമേരിക്കയുടെ താല്പര്യമെന്ന്. കാരണം യൂറോപ്യൻ യൂണിയൻ്റെ കയ്യിലെ സാമ്പത്തികമൊക്കെ തീർന്നു, അവിടെയൊക്കെ സ്വർഗരാജ്യമാണെന്ന രീതിയിലുള്ള ഇതൊക്കെ മാറി, കാനഡയൊക്കെ ആണെങ്കിലും ഏതാണ്ട് തീർന്നു. പിന്നെ സാമ്പത്തികമായി മുന്നേറാൻ സാധിക്കുന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ അന്യായമായ സമ്പത്ത് കയ്യിലുള്ള ടീമുകൾ എന്ന് പറയുന്നത് ഈ ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക എപ്പോഴും അവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് ധാരണ, അല്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക, അവരുമായി ചേർന്ന് മുന്നോട്ട് പോകുക. ഇന്ത്യ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യയിലാണ് ഇനി വികസനം അല്ലെങ്കിൽ മുന്നോട്ട് പോക്കുണ്ടാവുമെന്ന് ട്രംപിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ നിരന്തര സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ടൊന്നും ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു പരിധിവരെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ നടത്തിയൊരു ആക്രമണം, ഇറാനിലേക്ക് നടത്തിയ ആക്രമണമാണെങ്കിൽ നോക്കുക, അത് ഇസ്രായേൽ പറഞ്ഞ് അമേരിക്കയെ കൊണ്ട് ചെയ്യിച്ചതാകാനേ വഴിയുള്ളൂ. അമേരിക്ക സഹി കെട്ടിട്ട് ഇസ്രായേലിന് വേണ്ടി ഇറങ്ങിയതാകാനേ വഴിയുള്ളൂ. പക്ഷേ ആ ആക്രമണം ഇനി ഇറാനുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നോ എന്ന ചോദ്യം പോലും ഉയരുന്നുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതായപ്പോൾ അനൗദ്യോഗികമായി ഇറാനുമായി ഒരു ചർച്ച നടത്തി, ഞങ്ങളവിടെ ചില കുന്നിൻ്റെ മുകളിൽ പാറ പൊട്ടിക്കുന്ന വിധത്തിൽ കുറച്ച് ബോംബിട്ടിട്ട് പോകും, എന്നിട്ട് പുറത്ത് വന്നിട്ട് ഞങ്ങൾ കുറേ വീരവാദം പറയും, നിങ്ങൾ കാര്യമാക്കണ്ട, അതാ ഇസ്രായേലിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയാണ് എന്നെങ്ങാനും ചർച്ചകൾ നടത്തിയെന്ന് പോലും സോഷ്യൽ മീഡിയയിൽ പരിഹാസ പോസ്റ്റുകൾ വരുന്നുണ്ട്. കാരണം ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. കാരണം 11,100 കോടിയുടെ B-2 സ്റ്റെൽത്ത് വിമാനം, അതുപോലെ തന്നെ 13,000 കിലോ ഭാരമുള്ള 6 7 ബങ്കർ ബസ്റ്റർ ബോംബുകൾ, ഇതൊക്കെ അമേരിക്ക കൊണ്ടുവന്ന് ഇറാൻ്റെ ഫോർദോ ആണവ നിലയത്തിലേക്ക് ഇട്ടിട്ടും ആ നിലയത്തിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സംവിധാനങ്ങൾ കൊടുത്താലും ഇറാൻ്റെ ആണവ നിലയങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല ഇതിൽ വ്യക്തമാകുന്നത്. എന്ന് മാത്രമല്ല, ബുഷറിലെ റഷ്യൻ നിർമ്മിത ഇറാൻ ആണവ കേന്ദ്രത്തെ പരാമർശിക്കുക പോലും ചെയ്യാതെയാണ് ട്രംപും സംഘവും വിട്ടുപോയത്. അപ്പോൾ അതിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പലരും പറയുന്നുണ്ട്. ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് നേരെയുള്ള ശക്തമായ ആക്രമണം തന്നെയാണ്, ഇറാൻ്റെ കൃത്യമായ വെല്ലുവിളിയാണ്. അമേരിക്ക തിരിച്ചടിക്കാൻ തുനിഞ്ഞാൽ ഇനിയും അമേരിക്കയ്ക്ക് നേരെ പല വിധത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ഇറാൻ നൽകുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഭയക്കാൻ ഒരുപാടുണ്ട്. കാരണം അമേരിക്കയിലേക്ക് നേരിട്ട് ആക്രമണം എത്തിക്കാൻ ഇറാന് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇസ്രായേലിലേക്ക് ഇതിൻ്റെയൊക്കെ പക തീർക്കാൻ ഇറാൻ എളുപ്പമാണ്. ഇറാൻ്റെ കയ്യിൽ ഇനിയും മിസൈൽ ശേഖരമുണ്ട്. ഇറാൻ ആരെയും ഭയമില്ല. ഇറാൻ ഇനിയും മുന്നോട്ട് പോകും എന്ന് തെളിയിക്കുന്ന വിധത്തിൽ, എന്ന് പറയത്തക്ക വിധത്തിൽ തന്നെയാണ് ഇറാൻ ഇപ്പോൾ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നൊന്ന് ഈ കൊറിയയുടെ സാന്നിധ്യമാണ്. ഉത്തര കൊറിയ എന്തു പറയും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഉത്തര കൊറിയ ഇറാൻ അനുകൂലമായ നിലപാടെടുത്തിട്ടുണ്ട്, അമേരിക്കയ്ക്കെതിരായ നിലപാടെടുത്തിട്ടുണ്ട്. ഉത്തര കൊറിയ എന്ത് നിലപാടെടുക്കുമെന്ന് നാളെ രാവിലെ അറിയാം. അത് ഉത്തര കൊറിയയുടെ നിർണായകമായ ഒരു പത്രക്കുറിപ്പോ അല്ലെങ്കിൽ പ്രഖ്യാപനമോ നാളെ ഉണ്ടാകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഇപ്പോൾ പക തീർക്കാൻ ജൂതൻ്റെ വായിലോട്ട് ചെന്ന് കയറിക്കൊടുക്കുക എന്ന് ഒരാൾ പരിഹാസ രൂപേണ പറയുന്നു. ഈ പരിഹാസ രൂപേണയൊക്കെ പറയുന്ന ഇസ്രായേൽ അനുകൂലിയാണെന്ന് തോന്നുന്നു. ഈ വിഡ്ഢികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണെന്നുള്ളതാണ്. ജൂതൻ്റെ വായിലേക്ക് ചെന്ന് കയറിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് സേട്ടൻ പറയുന്നത്. അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി സത്യം പറയുന്ന വിദേശ മാധ്യമങ്ങളെ മുഴുവൻ പിടിച്ച് പുറത്താക്കിയിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ ഒരു ബങ്കർ രാജ്യത്തിന് സാധിക്കും. ഇസ്രായേൽ എന്ന് പറയുന്ന ലോകശക്തി ഇപ്പോൾ ഒരു ബങ്കർ രാജ്യമായി മാറിയിരിക്കുകയാണ്. ആളുകളെ മുഴുവൻ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുക. എല്ലാവരും ബങ്കറിലും ഷെൽട്ടറിലുമാണ്. അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ, പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് പറയുന്നത്. സാധാരണക്കാരായ ഇസ്രായേലികൾ സുരക്ഷിതരായിരിക്കണം. പക്ഷേ സ്വന്തം ജനതയെ മുഴുവൻ കുറേ നാളുകളായി ബങ്കറിലിട്ട് പൂട്ടിയിട്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ലേ എന്ന് പറയുന്നത് അത്ര വലിയ കേമത്തരമായിട്ടൊന്നും കാണണ്ട. ആ രാജ്യത്തിന് നേരെ ഒരു അപകട ഭീഷണി പോലും ഉയരാത്ത വിധത്തിൽ ആ ജനതയെ സ്വതന്ത്രമായി തന്നെ നിലനിർത്തുക എന്നിടത്താണ് ഭരണകൂടത്തിൻ്റെ വിജയം. അല്ലാതെ ജനങ്ങളെ മുഴുവൻ പിടിച്ച് പൂട്ടിയിട്ടിട്ട് ഞങ്ങളെന്തോ വലിയ സംഭവമാണെന്ന മട്ടിൽ ഗസയിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ ഒക്കെ കൊന്നു തള്ളിയ ഒരു രാഷ്ട്രം യുദ്ധ കുറ്റകൃത്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു വിരോധാഭാസം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു അന്താരാഷ്ട്ര മര്യാദയുമില്ലാതെ യുദ്ധക്കുറ്റങ്ങൾ നിരന്തരമായി ഗസയിലേക്ക് ആവർത്തിച്ചിട്ട് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് പറയുന്ന ആ രാജ്യം ഇപ്പോൾ ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കി പശ്ചിമേഷ്യ മുഴുവൻ തകരാൻ പോവുകയാണ്. ഉവന്മാരുടെ ഈ യുദ്ധക്കൊതി കാരണം, ഈ വൃത്തികെട്ട പരിപാടി കാരണം. എന്നിട്ട് പേര് ലോകശക്തിയാണ് പോലും. എന്ത് ലോകശക്തി?
അമേരിക്കയുടെ കയ്യും കാലും പിടിച്ചിട്ട് മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്നതാണോ ലോകശക്തി? സ്വന്തം നിലയ്ക്കൊരു യുദ്ധം മര്യാദയ്ക്ക് നടത്തി ലക്ഷ്യം നേടാൻ കഴിയാത്തതാണോ ലോകശക്തി? ഹമാസ് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രൂപ്പിനെ 21 മാസമായിട്ട് തീർക്കാൻ കഴിയാത്തതാണോ ലോകശക്തി? 10-100 ബന്ദികളെ കൊണ്ടുപോയിട്ട് പലരെയും കൊന്ന്, പലരും മരിച്ചു, പലരെയും ബന്ദികളെ കൊലപ്പെടുത്തി. ഇപ്പോഴും ഇസ്രായേലികളായിട്ടുള്ള ബന്ദികൾ ഇരിക്കുക ഹമാസിൻ്റെ പക്കൽ. അവരെ ഒന്ന് മോചിപ്പിക്കാൻ കഴിയാത്ത ആളുകളാണോ ഈ ലോകശക്തി? അമേരിക്കയില്ലാത്ത ഇസ്രായേൽ, ബങ്കറുകളില്ലാത്ത ഇസ്രായേൽ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളില്ലാത്ത ഇസ്രായേൽ, അങ്ങനെയാണ് ഇസ്രായേൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ രാജ്യം ഈ ഭൂമുഖത്തുണ്ടാകില്ലായിരുന്നു. ഇറാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇറാൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഇസ്രായേലിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പോൾ തെറ്റുകൾ തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്, അല്ലാതെ ആര് ശരി ആര് തെറ്റെന്ന് ചോദിക്കണ്ട. ഇറാൻ്റെ ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിലല്ല, ഇതിനു മുമ്പുള്ള സാഹചര്യങ്ങളിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് പോയി ഒരു സമാധാനത്തിലേക്ക് പോകാനുള്ള ചർച്ചകൾക്ക് ഇറാന് തുടക്കമുണ്ടാവായിരുന്നു. പക്ഷെ അപ്പോൾ ഇറാന് പറയാനുള്ള ന്യായം ഗസയെ ഇസ്രായേൽ വെറുതെ വിടണമെന്നതായിരുന്നു. ദുരാഷ്ട്ര പരിഹാരം എന്ന ഫോർമുല അവിടെ കിടക്കുമ്പോൾ, ഇന്ത്യ അടക്കം അംഗീകരിച്ച ആ ഫോർമുല അവിടെ കിടക്കുമ്പോൾ പിന്നെ അതങ്ങ് നടപ്പാക്കിയാൽ പോരെ? പലസ്തീനെ സ്വതന്ത്രമാക്കിയാൽ പോരെ? ശരിക്കും പറഞ്ഞാൽ പലസ്തീൻ്റെ സ്വാതന്ത്ര്യമാണ് ബന്ദികളെ മോചിപ്പിക്കുന്നത് ഹലവ് മുറിക്കുന്നത് പോലെ എളുപ്പമുള്ള പരിപാടിയാണെന്നാണ് ഇവൻ കരുതുന്നത്. അങ്ങനെ എളുപ്പമുള്ള പരിപാടിയാണെന്നാണ് നെതന്യാഹു സാറ് പറഞ്ഞിരുന്നത്. അതാലോചിക്കണം. ഗസയിലേക്ക് ഇപ്പം ഞാൻ പോവും, ഇപ്പോൾ IDF ബന്ദികളെ കൊണ്ടുവരും, ഹമാസിൻ്റെ തുരങ്കങ്ങൾ മുഴുവൻ ഞങ്ങൾ തകർക്കും, സമുദ്രജലം കയറ്റും, റോബോട്ടുകളെ വിടും, നായ്ക്കളെ വിട്ട് കടിപ്പിക്കും, ഹമാസ് ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല, ദാ തുടച്ചു നീക്കും, ദാ ഇങ്ങനെ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അങ്ങനെ അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഇസ്രായേൽ ഇത്ര എളുപ്പത്തിൽ ഇത് ചെയ്യും, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഇത് എളുപ്പത്തിൽ തീർക്കലാണ് എന്ന് ലോകം പറഞ്ഞത്. മനസ്സിലായോ? എന്തായാലും ഖത്തറിൽ ബങ്കറില്ല, അമേരിക്ക നിന്നുകൊള്ളും എന്നാണ് മറ്റൊരു കമൻറ്റ്. എല്ലാ രാജ്യവും ആറ്റം ഉണ്ടാക്കണമെന്ന് പറയുന്നു. അങ്ങനെയൊന്നും ചിന്തിക്കുകയേ ചെയ്യരുത്. മുസ്ലിം രാജ്യങ്ങളിൽ കലഹം ഉണ്ടാക്കാനാണ് അമേരിക്ക നോക്കുന്നത്, എന്നാലേ അവരുടെ ആയുധ കച്ചവടം നടക്കും. സൂഫി അറ്റൂർ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, അമേരിക്കയിൽ എവിടെയെങ്കിലും യുദ്ധമുണ്ടായിട്ടുണ്ടോ? അമേരിക്കൻ ടെറിട്ടറിയിൽ എവിടെയെങ്കിലും ഒരു യുദ്ധമുണ്ടായിട്ടുണ്ടോ? പകരം യുദ്ധമുണ്ടാകുന്ന എവിടെ? ആഫ്രിക്കയിൽ, ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ, യൂറോപ്പിൽ. ഈ യുദ്ധത്തിൻ്റെയൊക്കെ ഒരു വശത്ത് ആരാ ഉണ്ടാവുക? അവിടെ അമേരിക്കയാണ്. അതാണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി. അമേരിക്കൻ സൈനിക താവളങ്ങൾ എന്തിനാണ് പശ്ചിമേഷ്യയിൽ എമ്പാടും വിന്യസിച്ചിരിക്കുന്നത്? അമേരിക്ക എന്തിനാണ് ഗൾഫ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത്? അമേരിക്ക എന്തിനാണ് ഇസ്രായേലിനെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത്? ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, ചരിത്രം ഒന്ന് പരിശോധിച്ചു. എല്ലായിടത്തും അമേരിക്കയുണ്ട്. ആയുധ നിർമ്മാണത്തിലും കച്ചവടത്തിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. അതിനെക്കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം യുദ്ധം തന്നെയാണ്. യുദ്ധമുണ്ടായാലേ അമേരിക്കയുടെ പെട്ടി നിറയൂ. പക്ഷെ സ്വന്തം രാജ്യത്ത് യുദ്ധം നടക്കാൻ അനുവദിക്കില്ല. അപ്പോൾ അമേരിക്ക പറയുന്ന നോക്കുക, ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ അടിയന്തര യോഗം ചേർന്നതിന് ശേഷം ട്രംപ് പറഞ്ഞിട്ടുണ്ട്, എന്താണ്, അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം ഇറാൻ നടത്തി. ഇത് കേട്ടപ്പോൾ ഇസ്രായേലിൽ ഒരു ആശുപത്രി ഇറാൻ തകർത്തപ്പോൾ അത് യുദ്ധക്കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞ് ഇസ്രായേലിൻ്റെ അവസ്ഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ അമേരിക്ക അന്താരാഷ്ട്ര നിയമം ലംഘിച്ചിട്ടല്ലേ പരമാധികാര രാഷ്ട്രമായ ഇറാൻ ഉള്ളിലേക്ക് കയറി ആക്രമണം നടത്തിയത്? അതിനെന്താണ് ന്യായീകരണം? ഇറാൻ ആണവ ഭീഷണി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആണവ ഊർജം കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ അമേരിക്ക ആണവ ശക്തിയല്ലേ? അമേരിക്കയുടെ കയ്യിൽ ആണവായുധമില്ലേ? അമേരിക്കയല്ലേ പണ്ട് ആണവ ആറ്റം ബോംബുകൾ ഉപയോഗിച്ചത്? അതിനെന്താണ് ന്യായീകരണമുള്ളത്? അപ്പം അവർ ചെയ്യുമ്പോൾ അടിപൊളി, ഇവർ ചെയ്താൽ ചീത്ത എന്ന രീതിയിലുള്ള പരിപാടി, അതൊരു ഇരട്ടത്താപ്പല്ലേ? ഈ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വശത്ത് ഇസ്രായേലിന് ആയുധങ്ങൾ മുഴുവൻ കൊടുത്തിട്ട് പോയി ഗസയിൽ ആക്രമണം നടത്തൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുന്നു. എന്നിട്ട് മറുവശത്ത് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായി ഖത്തറിനെയും ഈജിപ്തിനെയൊക്കെ വിളിച്ച് നമുക്ക് മധ്യസ്ഥത ചർച്ച ചെയ്യാമെന്ന് പറയുന്നു. നമ്മൾ കുറേ കാലമായിട്ട് കണ്ടിട്ടുള്ള, അമേരിക്കയുടെ ചരിത്രം അറിയുന്ന, അന്താരാഷ്ട്ര രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന, പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. അതായത് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ഭീഷണി ഖത്തറിനെതിരെയല്ല, ആക്രമണം ഖത്തറിനെതിരെയല്ല, ഖത്തറിലെ ഒരാളെപ്പോലും നോവിക്കില്ല, ഖത്തറിൻ്റെ മണ്ണിലേക്ക് ഒരു ആയുധം പോലും എത്തില്ല, ലക്ഷ്യം അമേരിക്കൻ വ്യോമത്താവളങ്ങൾ
മാത്രമാണ് എന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഖത്തർ ജനതയ്ക്ക് ഒരു ഭീഷണിയേ അല്ല, ഞങ്ങളുടെ സൗഹൃദ രാഷ്ട്രമാണ്, സഹോദര രാഷ്ട്രമാണ് എന്ന് വ്യക്തമാക്കുന്നു. ഇപ്പോൾ അമേരിക്കയെ ഖത്തറിൽ കമൻസ് 2-3 കൂടി നോക്കട്ടെ. പലസ്തീൻ ജനത കല്ലുകൊണ്ട് നേരിടുന്നത് പോലെയാവും ഇറാൻ ജനത എന്ന് കരുതി അമേരിക്കയും ഇസ്രായേലും. ഇറാനിൽ ആണവായുധം ഇല്ല എന്ന് UN അന്വേഷണം നടത്തി പറഞ്ഞതല്ലേ? ഹമാസോളി എന്ന വാക്കൊക്കെ പറഞ്ഞുകൊണ്ട് ഏതോ ഇസ്രായേൽ അനുകൂലി ഏതോ കാര്യമായ തലയ്ക്ക് പ്രശ്നമുള്ള ഒരുത്തം വന്ന് കമൻ്റ് ഇടുന്നുണ്ടാവും, പറയട്ടെ. ഇതിൽ പറയുന്നത് പലസ്തീൻ ജനത കല്ലുകൊണ്ട് നേരിടുന്നത് പോലെ ഇറാൻ ജനതയുമായിരിക്കും എന്ന് വിചാരിച്ചു. അവിടെ തെറ്റി. ശരിയാണ്, ഇറാൻ ഇതുപോലെ തിരിച്ചടിക്കുമെന്നൊരു പ്രതീക്ഷ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രായേൽ ഇത്രയും കടുത്ത ആക്രമണത്തിലേക്ക് കടക്കില്ലായിരുന്നു. നേരെ മറിച്ച് ഇറാൻ ഇങ്ങനെ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലിന് ഉറപ്പുണ്ടായിട്ടും ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയതാണ് എന്നാണെങ്കിൽ ഇസ്രായേൽ സ്വന്തം ജനതയെ കുരുതി കൊടുക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഇടഞ്ഞു, അവർ ഇറാനെ തീർക്കാൻ പോവുകയാണ്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിൽ നിലനിൽപ്പില്ല, ഇറാൻ ഇനി എങ്ങോട്ടും പോകാൻ കഴിയില്ല, ഇറാൻ കാലിൽ വീഴും എന്നൊക്കെ നാളെ തംബ്നെയിലും ടൈറ്റിലുമൊക്കെ വരാൻ പോകുന്ന യൂട്യൂബർമാരോട് ഒരു അപേക്ഷയുണ്ട്. ഖത്തർ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആക്രമിക്കും എന്നുള്ള പറച്ചിലൊക്കെ അതൊക്കെ വെറുതെയാണ് എന്ന്. ആ മട്ടിൽ തന്നെയാണ് ഖത്തറിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അതായത് ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞത് ഇനി ആക്രമണം നടത്തിയാൽ, ഇനി ഇത് ആവർത്തിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കൻ വ്യോമതാവളങ്ങൾ മുഴുവൻ തകർക്കുക എന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ പോരാടും, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് എന്ന സന്ദേശം കൈമാറുക എന്നുള്ളതാണ്. അത് അമേരിക്കയ്ക്ക് വ്യക്തമായി. അല്ലെങ്കിൽ അമേരിക്ക തുടർന്ന് ആക്രമണം നടത്തണമായിരുന്നു. അമേരിക്ക ഒരൊറ്റ ആക്രമണത്തിൽ നിർത്തിയിട്ട് ട്രംപ് എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇറാൻ്റെ ഭരണം പിടിക്കാൻ പോവുകയാണ്. അമേരിക്കയുടെ ലാസ്റ്റ് പ്രതികരണം അങ്ങനെയായിരുന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞതും ഞങ്ങൾ ഇറാൻ്റെ ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമം തുടങ്ങി കഴിഞ്ഞു. ഇപ്പോൾ ഇവർക്ക് ഇറാനെ പിടിച്ചെടുക്കുക, ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് മൂല്യങ്ങളുള്ള ഒരു രാജ്യമാണ് ഇറാൻ. വലിയ രാജ്യമാണ്. ഇസ്രായേലിൻ്റെ ഒരു 10 മടങ്ങെങ്കിലും വലുപ്പം ഉണ്ടാവും. ഒരുപാട് ധാതുക്കളുണ്ട്, ഒരുപാട് എണ്ണപ്പാടങ്ങളുണ്ട്, ദശലക്ഷക്കണക്കിന് ബില്യൺ കോടി ഡോളറിൻ്റെ വ്യവസായം നടത്താൻ കഴിയുന്ന മേഖലകളാണ്. അമേരിക്കയുടെ കണ്ണവിടെ പതിയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അങ്ങനെ അമേരിക്ക അത് പിടിച്ചെടുക്കണമെങ്കിൽ ആണവോർജം ഇല്ലാത്ത, ആണവായുധം പ്രയോഗിക്കാൻ കഴിയാത്ത, ശക്തമായി ആക്രമിക്കാൻ കഴിയാത്തൊരു ഇറാൻ വേണം. അതാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ കാരണം എന്ന് തന്നെ നമ്മൾ കരുതേണ്ടതുണ്ട്. എന്തായാലും അമേരിക്കയുടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അമേരിക്ക ഉണ്ടാക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ പശ്ചിമേഷ്യയിൽ ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്ക പ്രതീക്ഷിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളും ഇറാനും ഒക്കെ തമ്മിൽ പ്രത്യാക്രമണങ്ങൾ നടത്തും, അതിനിടയിൽ നിന്ന് വീണ്ടും മുതലെടുപ്പ് നടത്താമെന്നൊക്കെയാണെങ്കിൽ അതൊന്നും നടക്കാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം ഇറാൻ അറിഞ്ഞു തന്നെയാണ് കളിക്കുന്നത്. ഇപ്പോൾ ഇറാൻ അറബ് രാജ്യങ്ങളെ ഒന്നും വെല്ലുവിളിച്ചിട്ടില്ല. അറബ് രാജ്യങ്ങളോട് സൗഹൃദവും സാഹോദര്യവും തന്നെയാണ്. പ്രത്യേകിച്ചും ഖത്തറിനോടൊക്കെ വളരെ സ്നേഹമാണ്. ഞങ്ങൾ അറബ് രാജ്യങ്ങളിലെ ജനങ്ങളോടും പേടിക്കരുത് എന്ന് പറയുകയാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ തന്നെയാണ്. മാത്രമല്ല, ഈ അറബ് രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ അമേരിക്കയെ പിന്തുണയ്ക്കാൻ കഴിയില്ല. കാരണം അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഇറാനൊപ്പമാണ്. അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ ജനങ്ങൾ ഇറാനെ പിന്തുണയ്ക്കുകയാണ്. കാരണം ഈ ഗസയിലേക്ക് ഇമാതിരി കൊടും ക്രൂരത നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ ചെയ്തികളെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ദ്വിരാഷ്ട്ര പരിഹാരം എന്ന ഏറ്റവും നല്ല പരിഹാര മാർഗം ഉണ്ടായിട്ട് അത് അംഗീകരിക്കാത്ത ഇസ്രായേലിനെ എങ്ങനെ പിന്തുണയ്ക്കാൻ കഴിയും? ബിഗ് ടാക്കോ എന്ന് പറയുന്ന വട്ടൻ പിന്നെയും വന്നിട്ടുണ്ട്. എടാ മോനെ, അടുത്ത ദിവസങ്ങളിൽ ഇറാൻ്റെ ഒരു എയർപോർട്ട് ഒഴിച്ച് സകലതും, ഇറാൻ്റെ സകല മിലിറ്ററി ബേസുകളും ജിഹാദി നേതാക്കളിൽ ബാക്കിയുള്ളവരും ഖൊമേനിയുടെ കൂടെ പടമാകും. നീ എഴുതി ഒപ്പിട്ട് വെച്ചു. ഈ ജിഹാദി എന്ന പദം പറഞ്ഞതോടുകൂടി തന്നെ ഇവൻ്റെ മനസ്സിലെ വർഗീയത എത്രത്തോളമാണ് എന്ന് വ്യക്തമാണ്. ഇവിടെ ആരും മതം പറഞ്ഞിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. പക്ഷേ ഇവനെപ്പോലുള്ള വർഗീയ വിഷജന്തുക്കൾ, ഇവന്മാർ ഇതിൻ്റെ അകത്ത് മതം ചെയ്യും. മരിക്കുന്നവൻ്റെ തുണി പൊക്കി നോക്കിയിട്ട് ഏതാണ് മതമെന്ന് അന്വേഷിച്ചിട്ട് ഇവനൊക്കെ എന്ത് തീരുമാനമെടുക്കണം എന്ന് തീരുമാനിക്കുകയുള്ളൂ. ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കുകയുള്ളൂ. ഒരു മതവിഭാഗക്കാരാണെങ്കിൽ കൈയടിച്ച് തുള്ളിച്ചാടി ആഘോഷിച്ച് നടക്കാമെന്നാണ് ഈ പൊട്ടനൊക്കെ വിചാരിക്കുന്നത്, വർഗീയവാദി. ഇവനെയൊക്കെ വീട്ടിലുള്ളവരെ പറഞ്ഞാൽ മതിയല്ലോ. ഇവനെയൊക്കെ എങ്ങനെ സഹിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും
പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ ഇതിൻ്റെ അകത്തൊരു കാര്യം പറയാം. അപ്പം ഈ സംഘപരിവാർ അല്ലെങ്കിൽ ഇസ്രായേൽ അനുകൂലികളായിട്ടുള്ള കുറേ ആളുകൾ ഇറാൻ തീരണം, ഇറാൻ ഭീകരമാണ്, ഇറാൻ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പോയിന്റ് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതാണ് നോക്കുന്നത്. അതായത് നമ്മളിതിനെ ഈ വിഷയത്തിൽ ഇറാനൊപ്പം നിൽക്കണോ, ഇസ്രായേലിനൊപ്പം നിൽക്കണോ, അമേരിക്കയ്ക്കൊപ്പം നിൽക്കണോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഞാൻ ആദ്യമേ പറയട്ടെ, ഇത് നമ്മുടെ വിഷയമല്ല. അത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിഷയമല്ല. ഇന്ത്യ ഈ ഒരു യുദ്ധത്തിലില്ല. ഇത് ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമാണ്. പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട സൗഹൃദ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. ഇറാൻ പല കാര്യങ്ങളിലും ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. ഇറാൻ പ്രസിഡന്റിനെ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച് സംസാരിച്ചിരുന്നു. ഏതാണ്ട് 45 മിനിറ്റോളം. ഈ കിടന്ന് കരയുന്ന വർഗീയവാദി ഇത് അറിഞ്ഞിട്ടുണ്ടോ? ഇറാനിലെ ജിഹാദികൾ മുഴുവൻ തീരണമെന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ ഇത് അറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനെ ആക്രമിക്കാനല്ല പറഞ്ഞത്, നമ്മുടെ രാജ്യം ഇറാനെ തകർക്കണമെന്നല്ല പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായി കമൻ്റ് ഇടുന്ന ഇവനെയൊക്കെ പിടിച്ച് അകത്തിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇറാൻ തീരണം, ഇറാൻ തകരണം, ഇറാനെ നമ്മൾ ആക്രമിക്കണം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഈ വർഗീയവാദി വൃത്തികെട്ടവൻ. ഇന്ത്യയുടെ നിലപാടല്ലത്. ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രം നമ്മുടെ ശത്രുക്കൾ ആക്രമണം നടത്തിയപ്പോൾ തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞവരാണ് ഇറാൻ. ഇന്ത്യക്ക് പിന്തുണ നൽകിയവരാണ് ഇറാൻ. തീവ്രവാദത്തെ അടിച്ചമർത്താനുള്ള ഇന്ത്യയുടെ നീക്കങ്ങളെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞവരാണ് ഇറാൻ. അന്ന് അമേരിക്ക എന്താ ചെയ്തേ? അമേരിക്ക പാകിസ്ഥാൻ ഭീകര രാഷ്ട്രമാണെന്ന് പറയാനുള്ള ധൈര്യം പോലും കാണിച്ചില്ല. ഇപ്പോഴാ പാകിസ്ഥാൻ്റെ ഒരു മുന്തിയ ഐറ്റത്തിനെ കൊണ്ടുപോയി ചോറ് മേടിച്ചു കൊടുത്തിരിക്കുകയാണ് അമേരിക്ക, ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ശത്രു രാജ്യത്തെ സ്വീകരിച്ചവരാണ് അമേരിക്ക. ആ അമേരിക്കയാണോ നമ്മൾ ഈ വിഷയത്തിൽ പിന്തുണയ്ക്കേണ്ടത്? ആ അമേരിക്കയാണോ നമ്മൾ നമ്മുടെ അടുത്ത ആളുകളാണെന്ന് പറയേണ്ടത്? എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു വ്യൂ പോയിന്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് ഞാൻ എന്ന വ്യക്തി ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് അകമഴിഞ്ഞ പിന്തുണ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിനുള്ള കാരണം ഈ പാകിസ്ഥാൻ നമുക്കെതിരെ ഭീകരാക്രമണം നടത്തിയ സമയത്ത് ഇരട്ടത്താപ്പ് കാണിച്ച ആളുകളാണ് അമേരിക്ക. കൃത്യമായി പാകിസ്ഥാനെ തള്ളി പറയാൻ പോലും തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല, അമേരിക്കൻ ഇടപെടലിലാണ് ഒത്തുതീർപ്പ് നടന്നതെന്ന കള്ളം പറഞ്ഞു. നമ്മുടെ കാലിൽ പാകിസ്ഥാൻ വേണ്ടി കരഞ്ഞിട്ടാണ് നമ്മൾ പിന്മാറിയത്. അത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നുണ പറഞ്ഞ് അവിടെ ഗോളടിക്കാൻ വന്ന അമേരിക്കയ്ക്കും അമേരിക്ക പിന്തുണയ്ക്കുന്ന ഇസ്രായേലിനുമൊക്കെ ഇപ്പോൾ എന്തായാലും വലിയ അടിപൊളിയാണ്, നിങ്ങൾ പോയിട്ട് ഗസയിലെ ആളുകളെ കൊല്ലുമെന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ വേറെ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യയോട് ഇറാൻ പറഞ്ഞത് ഒരു മേജർ പവറാണ് ഇന്ത്യ, അതുകൊണ്ട് ഈ വിഷയത്തിൽ ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡറാണ് ഇന്ത്യ എന്നാണ് നമ്മളെക്കുറിച്ച് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. മോദിജി ഈ വിഷയത്തിൽ ആക്റ്റീവായി ഇടപെടണമെന്നാണ് ഇറാൻ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത്രയധികം ബഹുമാനിക്കുന്ന, ഇന്ത്യയെ ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡറായി കാണുന്ന ഇറാൻ നമ്മളോട് അത്രമേൽ ചേർന്നിരിക്കുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ പല ഘട്ടങ്ങളിലും നമുക്കൊപ്പം നിന്നിട്ടുള്ള ആളുകളാണ് ഇറാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഇറാനെ കൊല്ലണം, ഇറാനെതിരെ ഇന്ത്യ ഇറങ്ങണമെന്നൊക്കെ പറയുന്ന ആ വർഗീയവാദി അവനെ പോലെ എന്നുള്ള വർത്തമാനങ്ങളൊന്നും ആരും പറയാതിരിക്കുക എന്നുള്ളത്. നമുക്ക് ഇസ്രായേലും സൗഹൃദ രാഷ്ട്രമാണ്, ഇസ്രായേലും നമുക്കൊപ്പമുണ്ട്, പല കാര്യങ്ങൾക്കും നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിനെ കയറി അടിക്കണം, ഇസ്രായേലിനെ കൊല്ലണം, ഇസ്രായേലിനെ തീർക്കണം എന്നും പറയേണ്ട ഒരു കാര്യവുമില്ല. ഇത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയമല്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇടപെടേണ്ട ഒരു വിഷയം സമാധാനത്തിന് വേണ്ടിയല്ലാതെ ഈ യുദ്ധം ആളിക്കത്തിക്കാൻ വേണ്ടി ഇന്ത്യ എവിടെയും ഇടപെടേണ്ട ഒരു വിഷയമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കമൻറ്റുകൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വലിയ പ്രശ്നമായി മാറും. അണുബോംബ് ഉണ്ടായിട്ടും ഇസ്രായേൽ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ അണുബോംബ് നിർവ്യാപന കരാറിൽ ഒപ്പുവെക്കാൻ സമ്മതിപ്പിക്കാൻ എന്താണ് മറ്റു രാജ്യങ്ങളൊന്നും പറയാത്തത് എന്ന് സൂഫി ആറ്റൂർ പറയുന്നുണ്ട്. അതുതന്നെയാണ്, ഇവരുടെ കയ്യിലൊക്കെ ആറ്റം ബോംബും അണുബോംബും ആണവ പരീക്ഷണം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിയ കാര്യം. ഇറാൻ അവരുടെ സ്വന്തം ആവശ്യത്തിന്, ആയുധത്തിന് വേണ്ടിയല്ല എന്ന് അവർ പറയുന്നുണ്ട്, അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരു ആണവ പരീക്ഷണം നടത്തിയാൽ, അതും റഷ്യയുടെ പിന്തുണയോടുകൂടി ഒരു ആണവ പരീക്ഷണം നടത്തിയാൽ അത് പറ്റില്ല, അത് ലോകത്തിന് മുഴുവൻ ഭീഷണിയാണ്, ഭീകരവാദമാണ്, തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞു കളയും. പാകിസ്ഥാന് ഭീകര രാഷ്ട്രമാണെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ടോ? ചോദിക്കട്ടെ. ഇറാൻ ഭീകര രാഷ്ട്രമാണ്. അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹൂത്തികൾ, ഹിസ്ബുള്ള, ഹമാസ് ഒക്കെ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, ലോകത്തിന് ഭീഷണിയാണെന്നൊക്കെയാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അമേരിക്ക പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
പാകിസ്ഥാൻ എത്രയധികം തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്, പാകിസ്ഥാൻ എത്ര വലിയ തീവ്രവാദ രാജ്യമാണെന്ന് ഇന്ത്യ നമ്മൾ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇതിന് എന്തൊക്കെ തെളിവുകൾ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ വരെ എങ്ങനെ തീവ്രവാദ സംഘടനകൾ ഇടപെട്ടു, പാകിസ്ഥാൻ ആ തീവ്രവാദികളെ എങ്ങനെ സഹായിച്ചു എന്നതിൻ്റെ പല വിവരങ്ങളും നമ്മൾ പുറത്തുവിട്ടു. എന്നിട്ടും അമേരിക്ക നമ്മളോട് അത്രയും സൗഹൃദമായി നിന്നിട്ടും അമേരിക്ക പാകിസ്ഥാനെ ഭീകര രാഷ്ട്രമാണെന്ന് പറയാനുള്ള നട്ടലുണ്ടായിട്ടുണ്ടോ? ആ പാകിസ്ഥാനെ വിളിച്ച് വിരുന്ന് കൊടുക്കുകയാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം ചെയ്തത്. എന്നിട്ടാണ് ഇറാൻ തീവ്രവാദമാണ് ഭീകരവാദമാണെന്ന് പറയുന്നത്. ആര്? അമേരിക്ക. നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് കുറച്ച് വർഗീയവാദികൾ ഇറാനിലുള്ളവരുടെ തുണിമുക്കി നോക്കിയിട്ട് പറയാണ് അവരൊക്കെ തീവ്രവാദികളാണ്. ഇപ്പം കമൻ്റ് ഇടുന്ന കുറേ പൊട്ടന്മാർക്കൊന്നും അറിയാൻ പാടില്ല, അവർ വിഡ്ഢികളാണെന്നേ ഞാൻ പറയുള്ളൂ. വർഗീയത തലയ്ക്ക് പിടിച്ച കുറേ എണ്ണങ്ങൾ, ഇറാനിലെ ആളുകളുടെ മതം നോക്കിയിട്ട് അവർ മുഴുവൻ ചാകട്ടെ എന്ന് വിധിക്കുന്നവർ കുറേ യൂട്യൂബർമാരും ഉണ്ട്. ഇപ്പം നാളെ രാവിലെ വരും ഗൾഫ് ഇളകി മറിഞ്ഞു, ഇറാൻ ഒറ്റപ്പെട്ടു, ഖമനിയെ തൂക്കിക്കൊല്ലാൻ ഖത്തർ, ഇറാൻ തീർന്നു, ഇറാനിൽ ഇനി ആണവോർജ്ജമില്ല, ഇറാൻ ട്രംപ് ഭരിക്കും. ഇതൊക്കെ ആയിരിക്കും നാളെ വരാൻ പോകുന്ന കാര്യങ്ങൾ. ഇത് കേട്ട് ഇതുപോലെ കുറേ വർഗീയവാദികൾ ചിരിക്കും. ഇത് ഇന്ത്യയുടെ നിലപാടൊന്നുമല്ല കേട്ടോ. ഇന്ത്യക്ക് അങ്ങനെ നിലപാടേ ഇല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞത് എന്താണ്? പ്രാദേശികമായിട്ടുണ്ടാകുന്ന ഇത്തരം സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ പോരാടുന്ന ഇന്ത്യക്കും ഇസ്രായേലിനും ഒപ്പം പഹൽഗാം മറക്കരുത്. ശരിയാണ്, ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ഇന്ത്യ പോരാടി. ഇന്ത്യക്കൊപ്പം വന്ന് നിൽക്കാത്ത, അതിന് കാരണക്കാരായ പാകിസ്ഥാനിൻ്റെ ഒരു ഉന്നതനെ വിളിച്ച് കഴിഞ്ഞ ദിവസം സൽക്കരിച്ച അമേരിക്കയാണ് ഇറാനെതിരെ ഭീകരവാദം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതിന് ഈ മറുപടി പറയുമോ? പെണ്ണ് കിട്ടാത്തവനെന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്, അത് ഒരു മറുപടി പറയുമോ? അപ്പോൾ അതിനൊന്നും ഇവന് മറുപടിയില്ല. അവൻ പോയി, അവൻ ആ ഏതോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ എന്തോ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് പോവുകയാണ്. എന്തായാലും ഇറാൻ പേർഷ്യ പോരാളികൾ അവർ ആരുടെയും മുന്നിൽ തലകുനിക്കില്ല, അടിച്ചാൽ തിരിച്ചടിക്കും. സിറാജുദ്ദീൻ പറയുന്നു. ശരിയാണ്, അതിൽ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന വാക്ക് ശരിയാണ്. കാരണം ഇറാൻ ആദ്യം മുതലേ പറയുന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുക. ആരുടെ സഹായമില്ലെങ്കിലും അടിച്ച് തകർക്കും, തിരിച്ചടിക്കും, ശക്തമായി ആക്രമിക്കും എന്ന നിലപാട് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പുലർച്ചെ 1 മണിയായിരിക്കുന്നു ഇവിടെ ഇന്ത്യൻ സമയം. ഇതുവരെ ലൈവ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി അർപ്പിക്കുകയാണ്. ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് രാവിലെ തുടർന്നും തത്സമയ സംപ്രേഷണങ്ങളായും വീഡിയോകളായിട്ടും നൽകാവുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ചാനലിലെ വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. പല കേന്ദ്രങ്ങളിൽ നിന്നും റിപ്പോർട്ടടിയും മറ്റ് പ്രശ്നങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പിന്തുണ, കമൻറ്റുകൾ, ഷെയറുകൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ നിലനിർത്തുന്നത്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും പിന്തുണ തുടരുക. ഇതുവരെ ഈ ലൈവ് കണ്ട എല്ലാവർക്കും നന്ദി. ഇനി എല്ലാ ദിവസങ്ങളിലും പരമാവധി ലൈവിൽ വരാവുന്നതാണ്. എൻ്റെ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്. നാളെയൊക്കെ ലൈവ് പോകുമ്പോൾ നിങ്ങൾക്ക് ലൈവിൽ എന്തെങ്കിലും പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ വിളിച്ചാൽ മതി. ലൈവിൽ നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് ലോകത്തോട് കൈമാറാനുള്ള വിവരങ്ങൾ, നാട്ടിലുള്ളവരോട് പറയാനുള്ളത് ഒക്കെ നമ്മളിലൂടെ പറയാൻ സാധിക്കും. എന്തായാലും എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. നാളെ തൊട്ട് വീണ്ടും ലൈവിൽ കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.